ആ അതെ, നിന്നെ എപ്പോഴും കാണണമെങ്കിലേ നിനക്കൊരു പുതിയ ഫോൺ വാങ്ങി തരാൻ പറ നിന്റെ കെട്ടിയോനോട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം മോളെ. ഈ തറവാടിന് സ്വന്തമായൊരു പള്ളിക്കൂടം ഉള്ള കാര്യം നിനക്കറിയില്ലേ ദേവൂട്ടി? അതേന്നേ, സന്ദീപ് ഈ കാര്യം നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? പണ്ട് എന്റെ ഭർത്താവിന്റെ അച്ഛന് നാടുവാണിരുന്ന തമ്പുരാൻ പതിച്ചു കൊടുത്ത സ്ഥലത്താ അദ്ദേഹം മതിലകം സ്കൂള് പണിതത്. സ്കൂള് വയ്ക്കാനുള്ള ഭൂമി മാത്രമല്ല, സ്കൂളിന്റെ ചിലവിനും നടത്തിപ്പിനുമായി 300 പറ നിലവും മഹാരാജാവ് കൊടുത്തു. മാധവന്റെ കുട്ടിക്കാലത്ത് വരെ ആ വയലും അവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാ സ്കൂളിലെ നടത്തിപ്പ് നടത്തിയിരുന്നത്. മാധവന്റെ മുത്തച്ഛന്റെ കാലത്തും അച്ഛന്റെ കാലത്തും മാധവൻ മരിക്കുന്നതുവരെയും ഈ ജില്ലയിലെ എണ്ണം പറഞ്ഞ സ്കൂളായിരുന്നു അത്. അവൻ പോയത് പിന്നെയാ ഇവിടുത്തെ എന്ന പോലെ ആ സ്കൂളിന്റെ തകർച്ചയും തുടങ്ങിയത്. സ്കൂളിന് ചെലവിന് വേണ്ടി കൊടുത്ത നിലമൊക്കെ തമ്പി ഭരണം ഏറ്റെടുത്തതോടെ നികത്തി. അവിടെ കെട്ടിടങ്ങൾ വെച്ച് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. എന്നാ സ്കൂള് നല്ലതുപോലെ നോക്കി നടത്താൻ തമ്പിക്കും ശ്രീകലയ്ക്കും ഒട്ടും താല്പര്യമില്ല. ശ്രീകലയാ നിയമപ്രകാരം അവിടുത്തെ മാനേജർ. പക്ഷേ അവൾ അങ്ങോട്ട് പോയിട്ട് തന്നെ വർഷങ്ങളായി. എന്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും ആ സ്കൂള് നല്ല നിലയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമത്തിലാ ഞാനിപ്പോ. അത് നല്ലതാ സുകുമാരി അമ്മേ. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസ ആഹാരമൊക്കെ കിട്ടുമല്ലോ. സർക്കാരിന്റെ ഗ്രാന്റൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ശ്രീകലയോ തമ്പിയോ സ്കൂളിന് വേണ്ടി ചെലവാക്കുന്നില്ല. എന്നാ പിന്നെ സ്കൂള് പൂർണ്ണമായി സർക്കാരിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ തമ്പി അതിന് സമ്മതിക്കുന്നില്ല. നാടിന്റെ ഭാവി ഇതുപോലുള്ള സ്കൂളുകളിലാ. അത് വേണ്ടതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബാധിക്കുന്നത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ. അതിനാണ് മോളെ ഞാനും ശ്രമിക്കുന്നത്. ആദ്യം അവിടുത്തെ സാറന്മാർക്കിടയില് ചില തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. ശരി. ആ പോവാം. സന്ദീപിനെ കൊണ്ട് സ്കൂള് നന്നായിട്ട് നടത്തിക്കൂന്നല്ലേ മോള് പറഞ്ഞത്? നീ വിചാരിച്ച അതിന് കഴിയും മോളെ. എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ എന്റെ സേവനം വീണ്ടും തമ്പി സാറിനും ശ്രീകലാ മേഡത്തിനും ആവശ്യമായി. ഓക്കേ, വാ മോളെ.
സൂക്ഷിച്ച്. ഞാൻ വരാത്തത് കൊണ്ട് മാഡം ഇനി വേറെ സർവൻസിന് വെച്ചോ? എങ്കി രണ്ടെണ്ണത്തിനെയും ഇവിടുന്ന് കയ്യോടെ തുരത്തണം. എക്സ്ക്യൂസ് മീ, കം ഹിയർ. ഓ, ഐ കം. ഹു ആർ യു? വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താ ഔട്ട് ഹൗസിൽ കാര്യം? ഞങ്ങൾ അവിടെയാ താമസിക്കുന്നത്. ഫോർ വാട്ട്? അല്ല, അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ ആരാണെന്ന് ഈ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ അറിയാം. നിങ്ങൾക്കും വഴിയേ അത് മനസ്സിലാവും. ഓക്കെ, ഗോ ടു യുവർ ക്ലാസസ്. പൊങ്കച്ചും പത്രാസും ഒക്കെ കണ്ടിട്ട് ഇവരുടെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു അഹങ്കാരം അവരെ കാണാനും ഉണ്ട്. നീ വാ മോളെ. ഗുഡ് മോർണിംഗ് മാഡം. ഈ ശകുന്തളങ്ങ എത്തിയേ? ആ, നീ വന്നോ? ഉടനെ തന്നെ വരാന്ന് പറഞ്ഞപ്പോ ഇന്ന് തന്നെ നീ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. വാട്ട്? മാഡം വിളിച്ച പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണെങ്കിലും എന്നും എന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരുന്നു മാഡം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലല്ലല്ലോ, നീ അതുപോലുള്ള നെറുകേട് ഇവിടെ കാണിച്ചിട്ടല്ലേ? മാഡം, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഡോണ്ട് ഡിഗിറ്റ് ഇറ്റ്. എനിക്കൊരു കയ്യബദ്ധം സംഭവിച്ചു പോയി. ഇനി അങ്ങനെയുള്ള റോങ് സൈഡ് പാർക്കിംഗ് ഞാൻ ചെയ്യില്ല മാഡം. ബിലീവ് നോട്ട് മീ, ഐ ആം ട്രൂലി ഡീസന്റ്. ഞാനിപ്പോ പഴയ ശകുന്തളയേ അല്ല. അയ്യോ, ആ പഴയ തറവേലകൾ പുറത്തെടുക്കുന്ന ശകുന്തളയായിരുന്നു എനിക്ക് ആവശ്യം. നീ ഡീസന്റ് ആയ സ്ഥിതിക്ക് ഇനി നിന്നെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അയ്യോ, അങ്ങനെയല്ല. അണ്ണാൻ എത്ര മൂത്താലും ട്രീ ക്ലൈംബിംഗ് മറക്കില്ലല്ലോ.